സിയോൺ റാണി ചേച്ചിയുടെ നമ്പറല്ലത്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഒല്ലൂരായിരുന്നു വീട്. ഇപ്പോൾ ഗെറ്റ്സമിലേക്ക് മാറി ഒരു മാസമായിട്ട്. എനിക്ക് ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചിയുടെ ഒരു ഫോണില്ലാത്തതുകൊണ്ട് റാണി ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് നവീൻ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ചേച്ചീനെ വിളിച്ചത്. ചേച്ചീനെ വിളിച്ചപ്പോൾ ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ. എന്താ ഉദ്ദേശിച്ചത് മാഡം? എന്തോ റിപ്ലൈ ഇല്ലാത്ത? അത്ര എമർജൻസി ആയതുകൊണ്ടല്ലേ? ചേച്ചീനെ നേരിട്ട് കാണാം, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുക. അത്രയും എമർജൻസിയാണ്, അതുകൊണ്ടാണ്. ചേച്ചിയാണെങ്കിൽ ചേച്ചിയോട് ഇത്ര ചോദിക്കുന്നു. അതെ, ഇത് സിയോണിലത്തെ റാണി ചേച്ചിയാണെങ്കിൽ ചേച്ചിയോട് ഇത്ര ചോദിക്കുന്നുണ്ടു. നവിനോട് പറഞ്ഞ കേസാണിത്. നവിനെ നല്ല ദേഷ്യത്തിൽ നവിനെ ഇപ്പോൾ ഇഷ്ടം പോലെ ചീത്ത പറഞ്ഞിട്ടിരിക്കണേ. സിയോൺ സോണിൽ 6-ാം പ്രമാണം ലംഘിച്ച് കഴിഞ്ഞൊരു വിഷയമില്ല. സിയോൺ അതിന് സപ്പോർട്ടാണോ? അത്ര അറിയുണ്ടു. 6-ാം പ്രമാണം ലംഘിച്ച് കഴിഞ്ഞൊരു വിഷയമില്ല. വല്ല ബന്ധു വീട്ടിൽ പോകുക അല്ലെങ്കിൽ വല്ലയിടത്തേക്കും പോയി കഴിഞ്ഞാൽ മാത്രം ഭയങ്കര വിഷയമാണ്. 6-ാം പ്രമാണം ലംഘിക്കുന്ന ഒരു വിഷയമില്ലേ? സിയോണിലെ റാണി എന്ന് പറയുന്ന ചേച്ചിക്ക് ഞാൻ അയച്ച വാട്സപ്പ് മെസ്സേജുകളാണ് നിങ്ങൾ കേട്ടത്. ഒരുപക്ഷെ സിയോൺ മക്കൾക്ക് മാത്രമേ ഈ വീഡിയോ മനസ്സിലാകൂ. ഞാൻ സിയോൺ സോണിലേക്ക് താമസം മാറിയതിനു ശേഷം അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. സിയോണിലെ പുരോഹിതനായ നവീൻ പോളിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ നവീൻ എന്നോട് പറഞ്ഞത് സിയോൺ സോണിൽ 6-ാം പ്രമാണം ലംഘിച്ചാൽ കുഴപ്പമില്ല എന്നും സിയോൺ വിട്ടുപോയാൽ മാത്രമേ അവർക്കെതിരെ പരാതി നൽകാൻ കഴിയൂ എന്നുമാണ്. സിയോൺ വിശ്വാസത്തിലിരിക്കുമ്പോൾ സിയോൺ വിശ്വാസത്തിലുള്ളവർക്കെതിരെ പരാതി നൽകാൻ പാടില്ല എന്ന് തീർത്തും നവീൻ പറഞ്ഞു. ഇതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ നവീൻ പറഞ്ഞത് വേണമെങ്കിൽ നിനക്ക് ചേച്ചിയോട് പോയി ചോദിക്കാമെന്നാണ്. ചേച്ചിക്ക് സ്വന്തമായി ഫോണില്ലാന്നും ചേച്ചിയുടെ കൂടെയുള്ള റാണി എന്ന് പറയുന്ന ആളെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. അത് പ്രകാരം ഞാൻ റാണി ചേച്ചിയെ ഫോൺ ചെയ്യുകയും പിന്നീട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഏകദേശം 45-ൽ കൂടുതൽ തവണ ഞാൻ ആ സ്ത്രീയെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഒന്നിനും കൃത്യമായൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ജൂൺ 11-ാം തീയതി ഞാൻ അവസാനമായി വാട്സപ്പിൽ അയച്ച മെസ്സേജ് പ്രകാരം ആ മെസ്സേജ് ഞാൻ ചേച്ചിയെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് ജൂൺ 12-ാം തീയതി സിയോണിലെ റീജിയണൽ കോർഡിനേറ്റർ ജോസ് മാത്യു എന്നെ ഫോൺ ചെയ്ത് ഇനി കുറച്ച് നാളത്തേക്ക് സിയോണിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും സിയോണിലേക്കോ സിയോൺ ശുശ്രൂഷകളിലേക്കോ വരരുതെന്നും പറഞ്ഞ് ഫോൺ ചെയ്തു. ചേച്ചിയെ ഞാൻ തെറി പറഞ്ഞിട്ടേ ഉണ്ടായില്ല. ചേച്ചിയെ ഞാൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ജൂലൈ 19-ാം തീയതി 2023 ജൂലൈ 19-ാം തീയതി കൂടെ പണിയെടുക്കുന്ന ആളോട് ചേച്ചീനെ കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ് ജൂലൈ 20-ാം തീയതി കോർഡിനേറ്ററും സോണൽ കോർഡിനേറ്ററും അടക്കം വീട്ടിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കി. ഞാൻ ഇനി സിയോണിലേക്ക് വന്നാൽ സിയോ മക്കളെ കൊണ്ട് തെല്ലിക്കുന്നു, സിയോ മക്കൾ തല്ലാൻ നിൽക്കുകയാണെന്നും പറഞ്ഞു. ജൂലൈ 24-ാം തീയതി എന്നെ ജോസ് മാത്യു വിളിച്ച് സിയോണിൽ നിന്ന് പുറത്താക്കി എന്ന വിവരം അറിയിച്ചു. അതിനു മുൻപേ കൂട്ടായ്മയിലും എൻ്റെ വീട്ടിലും എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ പേരിൽ
ഒരുപാട് കള്ളക്കേസുകളും കള്ളപ്പരാതികളും ഇവർ നൽകിയിട്ടുമുണ്ട്. സത്യത്തിൽ ഞാൻ 6-ാം പ്രമാണം ലംഘിച്ചതുകൊണ്ടല്ല എന്നിവർ പുറത്താക്കിയത്, അതിനെ എതിർത്തത് കൊണ്ടാണ്. ആ പാപത്തെ സിയോൻ സോണിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കാത്തതാണ്. ചേച്ചിക്ക് ഇതേപ്പറ്റി പൂർണ്ണമായി അറിയുമോ എന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ നവീൻ പോളും റാണിയും ചേച്ചിയിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെച്ചതായിരിക്കാം. സത്യത്തിൽ 6-ാം പ്രമാണം ലംഘിക്കുന്നതിനേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അതിനെ ന്യായീകരിക്കുകയും അവരുടെ പണം വാങ്ങിച്ച് ജീവിക്കുന്ന പുരോഹിതനെ ഓർത്തിട്ടാണ് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ലജ്ജയുണ്ടായത്. അവരിൽ നിന്നും പണം വാങ്ങുന്നത് ചെറിയൊരു വിഹിതം കിട്ടിയാൽ പോലും ഏത് വലിയ പാപവും കണ്ടില്ലെന്ന് നടിക്കുന്ന അതിനെ ന്യായീകരിക്കാൻ എങ്ങനെ സിയോൻ മക്കൾക്ക് കഴിയുന്നു? സിയോൻ സ്ഥാപിച്ചത് യേശുപിതാവിനെ ആരാധിക്കാനും ദൈവപിതാവിനെ കാത്തിരിക്കുന്ന ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടാനുമാണ്. എനിക്കെതിരെ നിങ്ങൾ കൊടുക്കുന്ന ഒരു കള്ളക്കേസുകളും വിജയം കാണുകയുമില്ല. ഇനിയും എനിക്കെതിരെ കള്ളക്കേസ് നിങ്ങൾക്ക് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ചേച്ചിയോട് പോയി ചോദിക്കുക, എന്നെ സിയോനിൽ നിന്ന് പുറത്താക്കിയത് പാപം ചെയ്തിട്ടാണോ, പാപത്തെ എതിർത്തത് കൊണ്ടാണ്? കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്നവര്, മറ്റ് അവിഹിത ബന്ധങ്ങളുള്ളവര്, അശുദ്ധമായ ബന്ധങ്ങളുള്ളവര്, അശുദ്ധ കൂട്ടുകെട്ടുള്ളവര്, അനേകം സ്ത്രീകളുമായിട്ട് അനേകം പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങളുള്ളവരുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇവിടെയുള്ളവരെ കുറിച്ച് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങോട്ട് ചെന്നവരുടെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരാത്തതാണ് നിന്നെ മഹറോൻ ചൊല്ലാൻ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നത് അവരുടെ ദുഷ്പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ടാണ്. അവരെ പുറത്താക്കി കിട്ടി. ഇതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ 16:1 വചനത്തിൽ പറഞ്ഞത്, അവർ നിങ്ങളെ പുറത്താക്കും, നിങ്ങൾ രക്ഷപ്പെടും. അവർ നിങ്ങളെ പുറത്താക്കും. ഈ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർന്നബാസിനും എതിരായി പീഡനം ഇളക്കി വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇതൊക്കെ നടക്കും.